അമ്മ ഇന്ന് കാര്യമായിട്ടൊരു ബൊഗൈൻവില്ല ഒരുക്കും അല്ലയോ? അതെ. ഇപ്പൊ ബൊഗൈൻവില്ല സീസൺ അല്ലയോ? നമ്മൾ കഴിഞ്ഞ വർഷമേ കുറെ ബൊഗൈൻവില്ല കളക്ഷൻസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയതായിരുന്നു. അതാ ഈ അങ്ങോട്ട് കാണുന്നവരൊക്കെ. അതെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ബൊഗൈൻവില്ലയൊക്കെ കിളിപ്പിക്കാൻ തണ്ടൊക്കെ എടുത്ത് സെറ്റാക്കുവാണ്. അമ്മ എങ്ങനെയാ ഇത് വെക്കുന്നത്? ഇതാണ്ട് കറ്റാർ വാഴയുടെ ഒരു തണ്ടൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കുത്തി അങ്ങനെ കിളിപ്പിക്കുന്നത്. വേഗം കിളിച്ചു കിട്ടുമായിരിക്കും അല്ലേ? ഇപ്പൊ എല്ലായിടത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയല്ല, നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോഴെല്ലാം നല്ല രസം. ഏത് നഴ്സറി ചെന്നാലും ബൊഗൈൻവില്ല മാത്രം. നഴ്സറിയിലല്ല, വീടുകളിൽ കണ്ടില്ലേ ഇങ്ങനെ പൂത്തോലഞ്ഞ് അങ്ങ് നിൽക്കുമല്ലോ. മാത്രം അത് നല്ല രസമില്ല. അത് എളുപ്പമൊന്നും പന്നലായി പോത്തുമില്ല. അല്ല, കുറെ നിന്നോളൂ, കുറേ നാള് പൂ ഇങ്ങനെ അങ്ങ് നിന്നോളൂ. കഴിഞ്ഞ വർഷം കുറെ മേടിച്ചല്ലേ? കുറെ മേടിച്ചെന്ന് വെച്ചാൽ 350 രൂപയ്ക്കായി ഹൈബ്രിഡ് ഒക്കെ വരുമ്പോഴത്തേക്ക്. ആവറേജ് വരുന്ന 300-350 രൂപ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് ഒരു 5 മേടിച്ചു, എന്റെ അവിടുത്തെ വീട്ടിലത്തേക്ക് ഒരു 5 മേടിച്ചു. പക്ഷെ അതിലെ ഇപ്പൊ നമുക്ക് എത്ര പിടിച്ചു കിട്ടി? ഒരു 1, 2, 3 പിടിച്ചു കിട്ടും. പിന്നെ വീട്ടിലത്തെ മേടിച്ചതും എന്തോ ഒരു 5-6 മേടിച്ചതിൽ എനിക്ക് തോന്നുന്നു 1 കംപ്ലീറ്റ്ലി പോയി. പിന്നെ ഇപ്പൊ പൂ ഇട്ട് നിൽക്കുന്നതാണെങ്കിലും ഒരു എന്താ പറയുന്നേ, ഒരു ഉന്മേഷം ഇല്ല. അങ്ങോട്ട് ജസ്റ്റ് നമ്മൾ ആ വാങ്ങിച്ച ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ നോക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. അമ്മയാണെങ്കിൽ 24 മണിക്കൂർ ഇതിന്റെ മൂട്ടില്ല. പക്ഷെ ആ ഒരു ഇത് കിട്ടുന്നില്ല. മേടിച്ചോണ്ട് വരുമ്പോ നിറച്ചങ്ങ് പോവാ അവരെ മേടിക്കുന്നത്. പക്ഷെ അത് നമ്മൾ എത്ര എന്തൊക്കെ നോക്കിയാലും അവര് തരുന്ന ആ രീതിയിൽ പറ്റത്തില്ല. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യവും അത് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ തൈ നിൽക്കുന്നത് നമ്മൾ മേടിച്ചൊരു തയ്യ. ഇത് മേടിച്ചതാ. ഈ സാധനം മേടിച്ചായിരുന്നോ? അല്ല, അത് വേറൊരു നമ്മള് കമ്പ് വെച്ചതാ. എവിടുന്നോ നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു ആന്റി എടുത്ത് ചോദിച്ചു മേടിച്ചോണ്ട് വന്നതാ. ഈ സാധനവും അതും കമ്പ് വെച്ചതാ. ഇത് മേടിച്ചതാ. ഇതില് പേരിനില ഉണ്ട്, പേരിന് പൂ ഉണ്ട്. തണ്ട് ഈ അറ്റത്തും ആ അറ്റത്തും 2 പൂവുണ്ട്. അതും കമ്പ് വെച്ചതല്ല, മേടിച്ചതാ. ഈ നിൽക്കുന്നത് മേടിച്ചതാ. അത് പിന്നെ വേരിഗേറ്റഡ് ആയതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നല്ലപോലെ കിളിച്ച് കിട്ടി, വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇത് നല്ല, നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്ന ഈ കമ്പ് വെച്ചതാ. ഇനി ഇതൊന്നും കൂടാതെ വേറെ ഒരു മണ്ടൻ ഇവിടെ ഉണ്ട്. ഈ പ്ലാന്റ് ആണ് നമ്മൾ മേടിച്ചതിൽ ഏറ്റവും ഹെൽത്തിയും അതുപോലെ നല്ല വളർന്നതുമായിട്ടുള്ള. അത് കണ്ടോണ്ടാണ് നമ്മൾ മേടിച്ചത്. കാണാൻ നല്ല രസം. 2 കളർ ഉണ്ടായിരുന്നു. 2 ബ്രാഞ്ചില് 2 കളറായിട്ട് പോകുന്ന ഒരു ചെടിയായിരുന്നു വളർന്നത് കേട്ടോ. പക്ഷേ ഇതിപ്പോ ഈ അവസ്ഥയിലായി. ഇത് നമ്മൾ നോക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മഴയത്തെടുത്ത് വെച്ചിട്ടോ അങ്ങനൊന്നും പറ്റിയതല്ല. ഈ ബൊഗൈൻവില്ലയ്ക്ക് മാത്രമല്ല സത്യത്തിൽ ഈ ഇഷ്യൂ ഒരുപാട് ചെടികൾക്കുണ്ട്. ഇതൊരു ജെറബറ. ഇതിലിപ്പോ ഒന്നും ഉണ്ടാവാറില്ല. ഇത് പിന്നെ നാച്ചുറലാ, നമ്മളല്ലാതെ തൈ കൊണ്ട് വെച്ച സാധനം. വേറൊരു തൈ വെച്ച അതിപ്പോ പൂ ഇല്ലാത്തോണ്ട് പൂവില്ലെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചങ്ങ് പൂവുണ്ടാവും. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാം. ഇത് ഏത് കളറായിരുന്നു? റെഡ്. അതൊരു ഇത് റെഡ്. ഇതൊരു മജന്ത, നല്ല ഡാർക്ക് മജന്ത ആയിരുന്നു. ഇത് ഏതായിരുന്നു? യെല്ലോ. ഇവർക്കൊന്നും ഇതിന്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? ഈ അവസ്ഥയിൽ ഈ സംഭവത്തിനകത്ത് ഫസ്റ്റ് നമ്മൾ മേടിച്ചോണ്ട് വന്നപ്പോ വന്ന പൂ അല്ലാതെ വേറെ ഒരു പൂ ഉണ്ടായിട്ടില്ല. പൂ വന്നില്ലെന്ന് മാത്രമല്ല, അപ്പം മുതൽ ഒരു ചത്ത അവസ്ഥയിലാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അവരുടെ കൂടെ തന്നെ അന്ന് അതേ നഴ്സറിയിൽ നിന്ന് മേടിച്ച ആളുകളാണ് ഈ നിൽക്കുന്ന റോസും ഇതിന്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? ഇതിലൊക്കെ ഉണ്ടാവുന്ന മുട്ട് അതോടങ്ങ് നശിക്കും. അതിനൊന്നും വിരിയാൻ പോലും അതിന് പറ്റുന്നില്ല. അല്ല, വിരിഞ്ഞാലും ഇങ്ങനെ ഒരുമാതിരി എന്തോ അസുഖം വന്ന പോലെ ഇത് വിരിയാതെ ഇങ്ങനെ നിൽക്കുവോ? അതാ ഫുൾ എന്തോ ഒരു ഇത് വന്ന പോലെ ഇരിക്കുവോ? വിരിഞ്ഞത് ഇങ്ങനെ ഇരിക്കുവോ? അപ്പൊ നമ്മളെ കാണുന്നവർ വിചാരിക്കും നമുക്ക് റോസ് കളിപ്പിക്കാൻ അറിയാഞ്ഞിട്ടാണ്. പക്ഷെ അമ്മ ഒരു റോസ് എക്സ്പേർട്ടാ. കാരണം നമ്മള് വേറെ നഴ്സറിയിൽ നിന്ന് മേടിച്ച റോസുകളെല്ലാം അവിടെ നിൽപ്പുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള നാടൻ റോസുകൾ. ക്ലൈമറ്റ് ചൂട് കുറവാണ്, അങ്ങനെ ഇവിടെ പൂ ഉണ്ടാവുന്നേ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ആ നഴ്സറിയിൽ എന്തോ കെമിക്കൽ യൂസ് ചെയ്ത് പെട്ടെന്ന് പൂ പിടിക്കാൻ അവർ ചെയ്യുന്ന എന്തോ പരിപാടി. ഒരുപാട് ഹോർമോൺസ് നമുക്ക് സ്പ്രേ ചെയ്യാം. അതായത് ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ, ഗ്രോത്ത് ഹോർമോൺസ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് അവർ കാര്യമായിട്ട് സ്പ്രേ ചെയ്തിങ്ങ് വിടും. എന്നിട്ട് അതിന്റെ ആ ഒരു എഫക്റ്റില് കുറേയേറെ നാളത്തേക്ക് കുറേ പൂക്കൾ പിടിക്കും. പക്ഷെ നമുക്ക് പറ്റിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 പൂ പിടിച്ചതല്ലാതെ പിന്നെ അങ്ങോട്ട് അതിന് പൂ പിടിച്ചിട്ടില്ല. പക്ഷെ പൂ വരുന്നതാണെങ്കിൽ ഒരുമാതിരി അസുഖം പിടിച്ച പോലത്തെ പൂക്കളോ. നമ്മൾ എപ്പോഴും മേടിക്കുന്ന നഴ്സറിയിൽ നമുക്കറിയാം ഇതുണ്ട്. ഒരു വട്ടം നമ്മൾ പന്നലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകത്തില്ലല്ലോ. ഇതാ സംഭവിക്കുന്നത്. ഇവർക്ക് ഇതാ മനസ്സിലാവാത്ത എന്ന് വെച്ചാൽ ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ സാധനങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് പറ്റുന്നത് ഇതിന് സ്വാഭാവികമായിട്ടും അവരുടെ കസ്റ്റമേഴ്സ് കുറഞ്ഞു പോകും. പക്ഷെ അവരുടെ വിചാരം എന്തോന്നറിയോ, ഇത് പോയി കഴിയുമ്പോ പിന്നെയും വരും. പിന്നെ അന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ അവർ വേറൊരു സംഭവം ഉണ്ട്, അവർ ഈ തിരിച്ചു വരുന്ന കസ്റ്റമേഴ്സിനെ ഉദ്ദേശിക്കുന്നില്ല.
പുതിയതായിട്ട്, അതായത് ഇപ്പം ഗാർഡനിങ് ഒക്കെ പുതിയതായിട്ട് തുടങ്ങുന്നവർ വിചാരിക്കും അവര് നോക്കാഞ്ഞിട്ടോ അവര് കറക്റ്റ് ഇത് കൊടുക്കാഞ്ഞിട്ടോ മഴ കൂടുമ്പോഴോ വെയിൽ കൂടുമ്പോഴോ ഒക്കെ പന്നലായി പോകുന്നതാണ്. പക്ഷെ ഒരു സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. നമ്മളാണെങ്കിൽ ക്ലൈമറ്റ് ഇത് നോക്കി വെയിലാണെങ്കിൽ എടുത്ത് മാറ്റി വെക്കും, മഴയാണെങ്കിൽ എടുത്ത് മാറ്റി വെക്കും, അങ്ങനെയാ നോക്കുന്നത്. ശരിയോ, എന്തെല്ലാം തരത്തില്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇത് മേടിച്ചതായി വെറും പന്നലായി. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു നഴ്സറിന്നായിരുന്നു. പക്ഷെ ഈ ഒരു പ്ലാന്റ് നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ പോയി കുറേ ചെടികൾ അങ്ങ് മേടിച്ചു. പക്ഷെ അതില് എനിക്ക് തോന്നുന്നു ഒരു ഭൂരിവശം തോൽവിയായിരുന്നു. അപ്പൊ നമ്മള് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു നഴ്സറി ട്രൈ ചെയ്യുമ്പോൾ അവിടുന്ന് പോയി ബൾക്കായിട്ട് ഒത്തിരി പ്ലാന്റ്സ് മേടിക്കാം. ഞങ്ങൾ മണ്ടൽ മാർക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിലെ ഒന്നോ രണ്ടോ എടുത്ത് പരീക്ഷിക്കുക. അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും പോയി സാധനം മേടിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. അല്ലാതെ വഴിയൊന്നുമില്ല. അപ്പൊ ഞങ്ങളിപ്പം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ബൊഗൈൻവില്ലാസ് ആക്കാന്ന് വിചാരിച്ച് നമ്മൾ ശ്രമിക്കുവാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഫലങ്ങളാണ് ഇത്രയും ചെടികൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെടികൾ കുറെ കാണിച്ചായിരുന്നു. ഇപ്പൊ ഈ സൈഡ് മൊത്തം ഞങ്ങൾ ചൈനീസ് ബോൾസം മാത്രമായിട്ട് അങ്ങാക്കി. ഇവിടെ ചൈനീസ് ബോൾസം മാത്രം. പൂ പിടിക്കാൻ ഇനി കുറെ ഉണ്ട്, അത് ഞങ്ങളോട് മാറ്റി വെച്ചേക്കുക. ഇനി പൂ പിടിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക ചെയ്യും. ഇപ്പൊ ചൈനീസ് ബോൾസത്തിന് പുഴു വരുന്ന ഒരു ടൈമാന്ന് തോന്നുന്നല്ലേ അമ്മേ? നല്ല എന്ന് വെച്ചാൽ അമ്മ എപ്പോഴും ഇതിന്റെ കീഴിൽ ഇരിക്കുന്നോണ്ടാ ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നേ. പിന്നെ എനിക്ക് തോന്നുന്നു പുഴു വന്നാ മാറുന്ന ഒരു ടിപ്പ് അമ്മ ചെയ്തിട്ടുണ്ട് അല്ലേ വീഡിയോക്കകത്ത്? എന്തോ മഞ്ഞൾ എന്തോ വെച്ചിട്ട് അത് കണ്ടാൽ മതി. നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ആ ചൈനീസ് ബോൾസ് നിന്ന് ആ ഒരു സ്പേസ് പോലെ അതേപോലെ ഇവിടെ ആക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇവിടെ കുറച്ച് ഏരിയയില് നമുക്ക് പല കളേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പലയിടത്തുനിന്ന് കിട്ടുന്നതും പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നതും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മള് വീടുകളിൽ നിൽക്കുന്ന പോലെ എളുപ്പമല്ല. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് പിടിച്ച് നല്ല ഫ്ലവർ ചെയ്ത് കിട്ടാൻ ഇച്ചിരി കുറെയൊക്കെ അങ്ങ് പോവും. പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടെ കിട്ടിയതാണ് ഇത്രയും. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് വരാറുണ്ട്. പുതിയ ഏതോ 2 കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വേറെയുണ്ട്. ഞാൻ ഇപ്പൊ 3 കളർ വേറെ കൊണ്ടുവച്ചു. വലിയ താമസമില്ലാതെ അങ്ങോട്ട് നീങ്ങുന്നതായിരിക്കും. ഇത് നീങ്ങി അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നടക്കുക. പിന്നെ ഇവിടെ നടക്കാം. അത് നല്ല, അതാകുമ്പോ ആളുകൾ ഇതുവഴി നടക്കത്തില്ല. അമ്മ എന്തോ കിനാവ് കണ്ട കിനാശ്ശേരി എന്ന് പറയുന്നത് എന്തോന്നറിയോ? ഈ മിറ്റം നിറച്ചു പോകും. പിന്നെ ആൾക്കാരൊന്നും നടക്കരുത്. ഞാൻ വെക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ അപ്പ എന്നോട് പറഞ്ഞു അതങ്ങനെ എനിക്ക് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് മാറി നടന്നാൽ മതി, ഞാൻ ഇവിടെ മൊത്തം വെക്കും. അമ്മ ഇവിടെ മൊത്തം ഇനിയിപ്പോ ഇവിടെ മൊത്തം അങ്ങ് പൂക്കൾ കൊണ്ടങ്ങ് നിറയും. അടുത്ത കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാരെയും കാണിക്കാം. പിന്നെ നമ്മളെ കാണുന്നവർക്ക് ഇതിനെന്തെങ്കിലും ഒരു സജഷനോ, അതായത് അതെ ഈ പൂ വരാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന്, പിന്നെ പെട്ടെന്ന് ഈ അസുഖങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ ഈ പ്ലാന്റ് നഴ്സറികളിൽ നിന്ന് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അറിയായിരുന്നു. എന്ന് വെച്ചാൽ ബൊഗൈൻവില്ലയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ കമ്പ് കുത്തി കൊണ്ട് വെക്കത്തില്ലേ, അതായിരിക്കും മഞ്ഞളായി പോകുന്നതെന്നാണ്. പക്ഷെ അതില് സ്പീഡിലാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കുന്ന കാണാൻ നല്ല പൂവായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട് നല്ല നിൽക്കുന്ന പ്ലാന്റ് നശിച്ചു പോകുന്നു. അത് അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ അത് മാറാൻ എന്തോ ചെയ്തതെന്ന് കൂടെ പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗാർഡൻ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാനും വികസിപ്പിക്കാനും നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരേക്ക് പകരാനും സാധിക്കും. അറിവുകൾ പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. ഇതുവരെ കണ്ടില്ലല്ലോ, പ്രകാശം ഇല്ലായിരുന്നു. നമുക്കൊരു കമ്പ് കിട്ടി. അപ്പൊ അത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അപ്പൊ അതൊരു വീഡിയോ ആക്കി ഇടാന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അല്ലേ അമ്മ? ഇതൊരു വാശിയായിട്ട് എടുക്കണം. നമുക്ക് ഇവിടെ ഒരു ബൊഗൈൻവില്ല ഗാർഡൻ സെറ്റപ്പ് ആക്കണം. അപ്പൊ ശരി, ഓക്കെ, ബൈ.